ഹായ്, ഞാൻ ഷമീം. പിന്നെ ഇന്ന് വരുന്ന പിസ്സ തന്നെ ഇത് എൻ്റെ ചാനലിൽ ഇടുന്ന മൂന്നാമത്തെ പിസ്സയാണ്. ഞാൻ ആദ്യം ഒരു പിസ്സ കിട്ടിയിരുന്നു. സോസൊക്കെ എല്ലാത്തിൻ്റെ സെയിം അല്ല. അതിനിടയിൽ പെസ്റ്റോ ഒരു മിനിറ്റ് പെസ്റ്റോ സോസിൽ ചെയ്ത പിസ്സ ഉണ്ട്. അതല്ലാതെ വേറെ പിസ്സ ഉണ്ട്. ഇത് ശരിക്കും ബൊളനൈസ് എന്ന് പറയുന്ന ബീഫിൻ്റെ കീമ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫ് ഇല്ലെങ്കിൽ ചിക്കണും ഇതേ പാറ്റേണിൽ ചെയ്യാം. നമ്മുടെ പിസ്സ സോസിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. നല്ല ഈസി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് കൂടുതൽ ബൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മീറ്റ് ഇടാം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്ന പാർട്ടിലേക്ക് പോവാം. പിസ്സ ഡോൻ്റെ റെസിപ്പി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, മറന്നു പോകണ്ട. എന്നുവെച്ചാൽ ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ പിസ്സ സോസിൻ്റെ റെസിപ്പിയും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് രണ്ടും നിങ്ങളിവിടെ നോക്കാം. എന്നിട്ട് ഇതിൻ്റെ മിക്സിംഗ് പാർട്ട് മാത്രം നിങ്ങൾ കാണാം. അപ്പോൾ ഓക്കെ, പിന്നെ എന്താ പറയുക, നമുക്ക് ആ കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. രണ്ട് ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ആ കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മളെ പിസ്സ ഡോ. ഓൾറെഡി ഞാനിവിടെ ഡോ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഞാൻ കുറേ പിസ്സ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് ഇതാക്കണ്ടല്ലോ. ഇതൊരു പിസ്സക്കുള്ള ഡോ ആണ് എടുത്തത്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ആ പെർഫെക്ഷൻ കണ്ടില്ലേ. ഓക്കെ, ഇതിന് നമുക്ക് റോൾ ചെയ്യാം. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മിക്സിങ് വരുന്നുണ്ട്. ആ മിക്സിങ് നമുക്ക് അതും കൂടെ കാണാം. അപ്പോൾ ഇത് നമ്മളെ പിന്നെ എന്താ പറയുക, ബേസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ പാനിലേക്ക് ഇടാം. പാനിൽ ജസ്റ്റ് ബട്ടർ കൊടുത്തിട്ട്, ബട്ടറല്ല ഓയിൽ കൊടുത്തിട്ട് ഒന്ന് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇടാം. ഇതാ കണ്ടോ, കറക്റ്റ് റൗണ്ടിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിക്സിങ്, ആ മിക്സിങ്ങിലാണ് പ്രത്യേകത, ബൊളനൈസ്. അത് നമുക്ക് ചെയ്യാം. ഒരു 150 ഗ്രാം ബീഫ് കീമ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിക്കനിലും ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം, മട്ടണിലും ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ ഇപ്പോൾ എടുത്തത് ബീഫാണ്. ഇനി ഇതിലേക്ക് പിന്നെ എൻ്റെ സോസ് ഇതാണ് എൻ്റെ പിസ്സ സോസ്. ഇതിൻ്റെ റെസിപ്പിയും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. അത്രയും ക്ലാസ് കുറേ റിസർച്ച് ചെയ്ത സാധനമാണ്. ഇത് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും കീമ നിങ്ങൾ വാഷ് ചെയ്യരുത്. വാഷ് ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഗുണം നഷ്ടപ്പെടും. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് റെഡി. ഇനി നമുക്കിത് പിസ്സൻ്റെ ടോപ്പിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹോള് കൊടുക്കാം. ചില ഇത് തിന്നായിട്ടല്ല എടുത്തിന് കേട്ടോ, ഒരു മീഡിയം പാൻ കേട്ടോ, നല്ല പാനും അല്ല, ഒരു മീഡിയം ലെവലിലുള്ള എടുത്തിന്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബീഫ് കൊടുക്കാം. ബീഫ് ബോളനൈസ് കേട്ടോ. അപ്പോൾ ഇത് പാനിൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും നിങ്ങൾ ബീഫും പാനിൽ കുക്ക് ചെയ്യുന്നത്, അതാ ഉദ്ദേശിച്ചത്. പാനിൽ കുക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കൊടുക്കണമെന്നില്ല. അടിയിൽ സോസ് കൊടുക്കാണ്ട് അതിൻ്റെ മുകളിൽ ബീഫ് കൊടുത്താലും മതി. അപ്പോൾ ഓക്കെ, ഇതിനാ കുക്കിംഗ് റേഞ്ചിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ബീഫ് ഇങ്ങനെ കുക്ക് ചെയ്യാത്ത സാധനം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലേ നമുക്ക് ആ ബീഫ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. നിങ്ങൾ പാനിലാണ് വെച്ചാൽ പാനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ബീഫ് ഒരു ഹാഫ് കുക്ക് ആക്കിയിട്ട് ഇടണേ. എന്നിട്ട് ഹാഫ് കുക്കാക്കിയിട്ട് പിസ്സ സോസ് കൊടുക്കാണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയാൽ മതി. ഓക്കെ, ഇനി ഇത് കൂടെ കുറച്ച് ചീസ്, മൊസറല്ല ചീസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത്ര മതി കേട്ടോ, അധികം വേണ്ട. എന്നിട്ട് നമ്മൾ കുറച്ച് പിന്നെ ക്യാപ്സിക്കും അത് അവിടെ ഇവിടെ എല്ലായിട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്ററിലേക്ക് കൂടുതൽ ഇടാതെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഷ്റൂമും ഉപ്പും പെപ്പറും മാത്രം ഇട്ടതുണ്ട്, മഷ്റൂം കട്ട് ചെയ്തത്. അതും കൂടി ഇതിൻ്റെ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇനി കുറച്ച് ചീസ് സൈഡിലേക്ക് ഇങ്ങനെ പോട്ടെ. ചീസ് നന്നായിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് കളറിന് നമ്മൾ ബ്ലാക്ക് ഒലീവ്സ് കട്ട് ചെയ്ത പീസസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് കൊടുത്തോട്ടോ. ഈ ബീഫ് ചെയ്തിട്ട് ഇത് കൂടുതൽ സ്റ്റഫ് ചെയ്തിട്ട് സാധനങ്ങൾ ചെയ്യാതിരിക്കുക, എന്നാലേ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും കറക്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഓവണിലേക്ക് ഇത് കയറ്റാം. ഓവണിലേക്ക് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് റേഞ്ച് കേട്ടോ. ഇപ്പോൾ ഓവണിൽ താഴെ ഞാൻ കത്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിലും കത്തിച്ചിട്ടുണ്ട്. പിന്നെ 13 മിനിറ്റ് കേട്ടോ. 13 മിനിറ്റിലാണ് തീയാണ്. നിങ്ങൾ മറ്റുള്ള ഓവണിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി ഏകദേശം 12 to 13 മിനിറ്റ് തന്നെ. 9 മിനിറ്റ് മുതൽ 13 മിനിറ്റ് വരെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഓരോ ഓവണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിത് ഇതിനകത്തേക്ക് വെക്കാം. അപ്പോൾ ഓക്കെ, ഇതാ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊക്കെ കിട്ടിയാണ്ടില്ലേ. ഓക്കെ, നമുക്കിതിന് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ ഈ പിസ്സൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് കൊടുക്കുക.
നിങ്ങളുടെ അടുത്തുള്ള പിസ്സ ഹെർബ്സ് ഉണ്ടെങ്കിൽ പിസ്സ ഹെർബ്സ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, നമുക്ക് പിസ്സ കഴിക്കാം. ബൊളനൈസ് പിസ്സ. ബൊളനൈസ് എന്നതിന് പറയാം. ആ ബീഫും പിന്നെ കീമ ആക്കിയ മീറ്റും പിന്നെ ആ നമ്മുടെ പിസ്സ സോസും കൂടിയുള്ള കോമ്പിനേഷൻ. ഇതിൽ നമ്മൾ ബൊളനൈസ് പാസ്ത എന്നൊക്കെ പറയും, ബൊളനൈസ് സ്പെഗറ്റി അങ്ങനെയുള്ളതൊക്കെ സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഈ സാധനം നമുക്കൊന്ന് കഴിക്കാം. എന്നുവെച്ചാൽ മീറ്റ് ഇങ്ങനെ കടിക്കാൻ നല്ല രസമുണ്ടാവും. ഇതാ പിസ്സ ഉണ്ടല്ലേ, പാൻ പിസ്സയാണ് കേട്ടോ ചെയ്തത്. ഫസ്റ്റ് ഞാൻ ബൈറ്റ് ചെയ്യാം. ഇവന് സ്പൈസി വെച്ചാൽ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊണ്ട് ഒരു സംശയം. ചൂട് നോക്കട്ടെ. ചൂടുണ്ടോ? ചൂടുണ്ട്. അപ്പം ഒന്ന് കഴിക്കട്ടെ, എന്നിട്ട് തരാം. ചൂടുണ്ട്. നല്ല പാനാക്കി എടുത്തിന്. നല്ല ഫ്ലേവറുണ്ട്. ആ മീറ്റിങ്ങനെ കടിക്കുമോ? ചൂടുണ്ട് പോലെ. അപ്പോൾ കുറച്ചിങ്ങനെ തരാം. ഈ സൈഡിൽ നിന്ന് അടിച്ചോ. ചൂടുണ്ട്. ചൂട് പൊതുവേ കഴിക്കല്ല. ഞാൻ തണുത്തിട്ട് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളും എങ്ങനെയുള്ള, ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബീഫും ആ സോസും തമ്മിലുള്ള കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുമ്പ് ചെയ്തത് ഇതേ സോസിൽ ഇതേ ബേസിൽ ചിക്കൻ്റെതും ഇതൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ സോസ് പെസ്റ്റോ സോസിൽ ചെയ്തതുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലത്തെ പിസ്സ ട്രൈ ചെയ്യുക. ഇത് കുക്കിംഗ് റേഞ്ചിലാണ് ചെയ്തത്. പാനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീഫ് ജസ്റ്റ് കുറച്ചൊന്ന് ഹാഫ് കുക്ക് ചെയ്യണം എന്നില്ല. എനിക്ക് ആ പാനിൽ പൊതുവെ സജസ്റ്റബിൾ അല്ല. അത് ശരിക്കും പറഞ്ഞതാണ്. എന്താ പറഞ്ഞാൽ ബീഫ് റോ ബീഫ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ അത്ര സജസ്റ്റബിൾ. എന്ന് വെച്ചാൽ നമ്മൾ വേറെ കുക്ക് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചൂടുണ്ട്. കുക്ക് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ഓവനിലും കുക്കിംഗ് റേഞ്ചിലും ഉള്ളവർ ഈ ഒരു ഐറ്റം ചെയ്യുക. ചിക്കനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോർമൽ ചിക്കൻ്റെ പീസൊക്കെ ആണെങ്കിൽ ഹാഫ് കുക്ക് ചെയ്തിട്ട് മുമ്പത്തെ റെസിപ്പി ചെയ്ത പോലെ പാനിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ബൈ പറയാമോ? ശ്രദ്ധ വെച്ചോ, ചൂടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ബൈ. തണുത്തിട്ട് അന്വേഷണം കൊടുക്കട്ടെ. ഇനിയും ഞാൻ റെസിപ്പി ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.